പ്രകൃതി ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയത് വെറുതെ അല്ല, അതിന് ഉദ്ദേശം ഉണ്ടാവും. നമ്മൾ അതിന് ഘടകവിരുദ്ധമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചു നമുക്ക് ഈ ആണും പെണ്ണും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് അതിനെതിരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ വലിയ എനർജി ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ സെക്ഷുവാലിറ്റിയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്പിരിച്വൽ ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുടുംബജീവിതത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കറക്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ അടുത്ത തലമുറ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ബോധതലത്തിൽ നമുക്ക് മാറ്റം വരണം. സോളിനെ അട്രാക്ട് ചെയ്യണ്ടേ? സോള് വരുന്നത് എങ്ങനെയാണ്? അവര് പറക്കും, അവരുടെ എനർജി ലെവൽ വേറെ ലെവലിലായിരിക്കും. ഈ ഡിപ്രഷൻ വരുന്നതിന്റെ കാരണം എന്താണ്? ഏകാന്തത എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ്. വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഐ ആം ഹാപ്പി. ഇപ്പോൾ ലോകം ഉണ്ടാക്കിയത് എക്സ്ട്രോവേർട്സ് ഒന്നല്ല, സയന്റിസ്റ്റുകൾ മുഴുവൻ തന്നെ ഇൻട്രോവേർട്സ് ആണ്. സാർ, നമ്മളിപ്പം സന്യാസമാണ് പറഞ്ഞു വന്നത്. അപ്പം സന്യാസത്തിൽ തന്നെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തില് ഗൃഹസ്ഥാശ്രമം, സന്യാസം, വാനപ്രസ്ഥം അങ്ങനെയാണ് പോകുന്നത്. ഇത് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു സന്യാസ ജീവിതം എവിടെയാണ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജീവിതം, സന്യാസ ജീവിതം അല്ല, ഒരു സ്പിരിച്വൽ ജീവിതം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സ്പിരിച്വൽ പ്രാക്ടീസ് ഇവിടെയും വളരെ വലിയൊരു തെറ്റിദ്ധാരണ. സ്പിരിച്വൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഗാർഹസ്ഥ്യ ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് എന്നുള്ളൊരു ധാരണ. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും വേവലാതിയാണ്. മറ്റെന്തെങ്കിലും വഴിക്ക് പോകും. ഏത് വഴിക്കാ പോവുക? സന്യാസം വിട്ടുപോവുക എന്ന് പറയുന്നത്. അതായത് കുടുംബജീവിതത്തിൽ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളൊരു പേടി ആര് കൊണ്ടുവന്നാണ്? ഈ സിസ്റ്റം കൊണ്ടുവന്നതാണ് അല്ലെ? ഇത് വിട്ടുപോകണം എന്നാലേ സ്പിരിച്വാലിറ്റി ഉണ്ടാവൂ എന്നുള്ള ധാരണ എവിടുന്ന് വന്നു എന്നുള്ളതാണ്. ശരിക്കും അത് യാഥാർത്ഥ്യമല്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലാണ് നമുക്ക് ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം. ലവ് ഇല്ലാതെ സ്പിരിച്വൽ പ്രാക്ടീസ് ഇല്ല. ഒരു സന്യാസിക്ക് എവിടെയാണ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം കിട്ടുന്നത്? എങ്ങുമില്ല. വളരെ പ്രയാസമാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാതെ ആ ലവ് അദ്ദേഹത്തിന് വളർത്തിയെടുക്കാൻ കഴിയില്ല, എന്ത് തന്നെയാലും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഏറ്റവും വലിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് പ്രകൃതിക്കെതിരെ നീങ്ങുക എന്ന് പറയുന്ന. പ്രകൃതി ആണിനെയും പെണ്ണിനെയും ഉണ്ടാക്കിയത് വെറുതെ അല്ല, അതിന് ഉദ്ദേശം ഉണ്ടാവും. നമ്മൾ അതിന് ഘടകവിരുദ്ധമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചു നമുക്ക് നേരിടാം. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അല്ലാതെ തന്നെ നമ്മൾ തിരിച്ചടി നേരിടും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആയത് ഈ ആണും പെണ്ണും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത്. അതിനെതിരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ വലിയ എനർജി ആവശ്യമുള്ള ഒരു കാര്യമാണ്. ജയിക്കില്ല. അപ്പൊ അതിന് അസ്വാഭാവികമില്ല, സ്വാഭാവികതയാണ് ഈശ്വര. ഈ സെക്ഷുവാലിറ്റിയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സെക്ഷുവാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെക്ഷുവാലിറ്റിക്കെതിരെ നിൽക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുടുംബജീവിതത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ട കറക്റ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. അതായത് കല്യാണം കഴിഞ്ഞ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് മടുത്ത് അവസാനം ജീവിതം പോകേണ്ട ഒരു സാധനം അല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നില്ല. കാരണം ആരും അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുന്നില്ല, ആരും പ്രൊജക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഗാർഹസ്ഥ്യ ജീവിതത്തിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തും. കാരണം ഇന്ത്യ ഇപ്പോ ഒരു കേന്ദ്രമാണ്, എല്ലാവരും ഇന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഗൈഡൻസ് കിട്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്, എല്ലാ രാജ്യങ്ങളിലും. അപ്പൊ പ്രാക്ടീസ് തുടങ്ങേണ്ടത് ചെറുപ്പത്തിലാണ്. എന്താണ് അതിന്റെ ഗുണം? ഇപ്പൊ സയൻസ് തന്നെ പറയുന്നുണ്ട്, ബോധതലത്തിൽ നമുക്കൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീനിനെ സ്വാധീനിക്കും, ട്രാൻസ്ഫോർമേഷൻ വരും. അപ്പൊ അടുത്ത തലമുറ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ ബോധതലത്തിൽ നമുക്ക് മാറ്റം വരണം. അതായത് സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് വരണം. നമ്മുടെ കുറച്ചുകൂടി ക്ലീൻ ആവണം, കുറച്ചുകൂടി പരിശുദ്ധാവസ്ഥയിലേക്ക് വരണം, കുറച്ചുകൂടി ഡിവൈൻ ലെവലിലേക്ക് നമുക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സൃഷ്ടിക്കുന്ന തലമുറയിൽ ആ ജീനിലൂടെ തന്നെ ആ മാറ്റം മ്യൂട്ടേഷൻ വരുന്നുണ്ട്, ആ ജീനിൽ ആ ചേഞ്ച് വരുന്നുണ്ട്. അച്ഛനമ്മമാരാകുന്നതിന് മുമ്പിട്ട് ഈ ബോധതലത്തെ ഉയർത്തണം. ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തലമുറയെ ആ രീതിയിലുള്ള, കാരണം സോളിനെ അട്രാക്ട് ചെയ്യണ്ടേ? സോള് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. അച്ഛന്റെയും അമ്മയുടെയും സ്പിരിച്വൽ കണ്ടീഷൻ അനുസരിച്ചുള്ള സോളാണ് ഇറങ്ങി വരിക. കാരണം സോൾ അവിടുന്ന് തീരുമാനിക്കുന്നതാണ് എവിടെ പോകണം എന്നുള്ളത്. അവർക്ക് യോജിക്കുന്ന മാച്ചിങ് ആയിട്ടുള്ള ഒരു സോളാണ് അവർ വരിക. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ, നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷനും അതുപോലെ തന്നെ സ്പൗസിന്റെ സ്പിരിച്വൽ കണ്ടീഷനും ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഹയർ സോളിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
അതും ആ മേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ എന്താണ്? ആ മൃഗീയമായ വാസന ആണെങ്കിൽ വീണ്ടും അവിടെ പ്രശ്നമാണ്. അതേ സ്ഥാനത്ത് ഒരു ലവിന്റെയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്റിമസിയുടെയും ഒക്കെ രീതിയിലാണ് നമ്മൾ ബന്ധപ്പെടുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ആ രീതിയിലുള്ള ഹയർ സോളിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്, ഒരു ഹയർ സോളിനെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നല്ല കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതാരും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ നേരത്തെയാണ്. യങ്ങായിരിക്കുന്ന സമയത്ത് കുട്ടികൾ ചെയ്യണം. കുട്ടികൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്താ അറിയും? അവര് പറക്കും. അവരുടെ എനർജി ലെവൽ വേറെ ലെവലിലായിരിക്കും. അവർ ഫോക്കസ് ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അവര് ചെയ്യുന്ന കാര്യങ്ങൾ അത്രമാത്രം റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതൊരു വിഷയമാകത്തില്ലേ? അതായത് ഇപ്പം ഉയർന്ന ബോധതലത്തിലുള്ള ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ, അച്ഛനമ്മമാരുടെ ബോധതലം താഴെ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞ് വേറെ ഏതോ യൂണിവേഴ്സിൽ ജനിക്കേണ്ട കുഞ്ഞായിരുന്നു എന്ന് ഇവർക്ക് തോന്നലത്തില്ലേ? പിന്നീട് ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ അടുത്ത് പോകുന്ന എത്രയോ ആളുകളുണ്ട്. അല്ല, ചികിത്സേന്റെ പ്രശ്നം വരുന്നില്ല. കാരണം കുട്ടി ബോധതലത്തിൽ വരുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. അല്ല, ചില രക്ഷിതാക്കള് ഇപ്പം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, അത് ഓടി നടന്ന് അത് ഇതൊരു ബന്ധമില്ല. ഹൈപ്പർ ആക്ടിവിസത്തെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത്. അതൊരു ഹോർമോണൽ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇത് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി എക്സലൻസ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുന്നതാണ്. പഠിപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അവർ ചെയ്യുന്നതിൽ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഡ്രഗ് അഡിക്ഷൻ ഒക്കെ കൂടുന്നത്? എന്താണ് അതിനുള്ള സൊല്യൂഷൻ? കാരണം അവർക്ക് കണക്ഷൻ ഇല്ല. ഇന്നർ കണക്ഷൻ എന്ന് പറയുന്ന സംഭവം വേണം. ഇപ്പൊ സെൽഫ് ലവ് എല്ലാവരും പറയുന്നുണ്ട്. അവരവനെ രാഹുലിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ നടന്നാൽ പോരെ, ഇങ്ങനെ ഇന്റർവ്യൂ കാര്യങ്ങളായിട്ട് നടന്നാൽ പോരെ. രാഹുൽ എന്ത് ചെയ്യും? സെൽഫിന് വേണ്ടി യാത്ര പോകും. അത്രയല്ലേ പറ്റൂ. അപ്പോ അതിൽ കൂടുതലായി നമുക്ക് ഡെയിലി ഒരു സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് സെൽഫ് ഉണ്ട് എന്ന് തിരിച്ചറിയണ്ടേ? നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണ്ടേ? അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട കുറച്ച് സമയം. ഇന്നർ കണക്ഷൻ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നർ കണക്ഷനാണ്. സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ആണെങ്കിൽ പോലും അതിൽ വേറൊരു എലിമെന്റ് ഉള്ളത് നമ്മളായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബാലൻസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ഫ്രണ്ട്സ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക, ഫ്രണ്ട്സ് പറയുന്ന അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അവർ പറയുന്ന മുഴുവൻ തന്നെ ചെയ്യേണ്ടി വരും. കാരണം വി ആർ നോട്ട് കണക്റ്റിംഗ് വിത്ത് അവർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അത് ആ വോയിസെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂട്ടത്ത് പോകും. പക്ഷെ ഇഫ് ദർ ഈസ് എ കണക്ഷൻ വിത്ത് മൈ സെൽഫ്, കുട്ടികൾക്ക് ഉള്ളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ പറയും നോ. കാരണം അവർ ഉള്ളിൽ തന്നെ വരും, ഇത് പറ്റൂല. ആ വോയിസ് കേൾക്കാൻ അവർ പഠിപ്പിക്കണം. അതാണ് ഇന്നർ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ രീതിയിൽ എന്താ പറയാ, വെറും സ്പിരിച്വാലിറ്റിയും അതുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇപ്പൊ പിള്ളേര് അത്യാവശ്യം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കില്ല. അല്ലാതെ ബോധവൽക്കരണം നടത്തി ക്ലാസ് നടത്തിയിട്ടൊന്നും ഇതിനെക്കൊണ്ടൊരു കാര്യമില്ല. പോകേണ്ടവർ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെയൊക്കെ വേണ്ടത്, ഇവിടെയൊക്കെ തെറ്റിദ്ധാരണയാണ്. കുട്ടികൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സിനും പേടിയാണ്, പേരൻസിനും പേടിയാണ്. അങ്ങനെ വെറുതെ ഇരിക്കരുതെന്നാണ് എപ്പോഴും. ഒരു എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് പേരൻസ് ഇത് ചെറിയ കുട്ടിയുടെ കാര്യമല്ല. അവള് പോസ്റ്റ് ഓഫീസിൽ പഠിക്കുന്ന 24 മറ്റോ വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നിട്ട് അമ്മ എന്നെ വിളിക്കാൻ കാരണം ഒരുപാട് ഡിപ്രഷൻ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ ഇഷ്യൂസ്. ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയിട്ടൊന്നും ഗുളികയോ കഴിക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല. പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ മാരേജിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കണ്ടീഷനിൽ മാരേജ് നടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല, വിജയിക്കില്ലല്ലോ. അതാണ് പ്രശ്നം. ഞാൻ ആ കുട്ടിയെ കണക്ട് ചെയ്തു, വീഡിയോ കോളിലൂടെ ഇരിക്കുന്നു. ഞാൻ അരമണിക്കൂർ ഹീലിംഗ് എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതേ ചെയ്യേണ്ടതുള്ളൂ. അയാൾ ചെയറിലിരിക്കണം. ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഹീലിംഗ് നടത്തുന്നത്. അപ്പൊ അവർ കണ്ണടച്ചിരിക്കുന്നു, അരമണിക്കൂർ കണ്ണടച്ചിരിക്കുന്നു. അരമണിക്കൂർ കണ്ണടച്ച് ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട്, ഭയങ്കര റിലാക്സ്ഡ് ആണെന്ന് അവർ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അമ്മ എന്നെ വിളിക്കുന്നു. എന്താ പറയുന്നു അറിയും, നിങ്ങളെന്താണ് ചെയ്തത്? ആ കുട്ടിയെ വെറുതെ ഇരുത്തിയോ? ഞാൻ ഇത്രയും കാലമായിട്ട് വെറുതെ ഇരുത്തിയിട്ടില്ല. വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻഗേജ്ഡ് ആയിട്ട് നിർത്തുക ചെയ്യാം ആ കുട്ടിയെ. ഇതാണ് ഒരു പേരന്റിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോ ഒരു കുട്ടി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതെന്തോ ഒരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം എക്സ്ട്രോവേർട്സിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് റബ്ബർ പന്ത് പോലെ തുള്ളി തുള്ളി കളിക്കുന്ന
കുട്ടികളാണ് വേണ്ടത് എന്നുള്ളതാണ് സ്കൂൾ സിസ്റ്റവും പറയുന്നത്. അപ്പൊ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അവരിങ്ങനെ എനർജറ്റിക് ആയിട്ട് നടക്കും. പക്ഷേ അതിൽ അത് വേണം, അത് വേണ്ടെന്ന്, പക്ഷെ അവർ ഉള്ളിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. വെറുതെ ഇരിക്കാനും അതായത് എന്താ പറയാ, നമ്മൾ സോളിറ്റ്യൂഡ്, ഏകാന്തത എൻജോയ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ ഡിപ്രഷൻ വരുന്നതിന്റെ കാരണം എന്താണ്? ഏകാന്തത എൻജോയ് ചെയ്യാൻ പറ്റാത്തതാണ്. നമ്മളായിട്ട് കണക്ട് ചെയ്ത് ഞാൻ വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഐ ആം ഹാപ്പി, ആ രീതിയിലേക്ക് വരണം. ഇപ്പോൾ ലോകം ഉണ്ടാക്കിയത് എക്സ്ട്രോവേർട്സ് ഒന്നല്ല, സയന്റിസ്റ്റുകൾ മുഴുവൻ തന്നെ ഇൻട്രോവേർട്സ് ആണ്. നമ്മൾ ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ മാത്രമേ എക്സ്ട്രോവേർട്സിന് സ്ഥാനമുള്ളൂ, അല്ലേ? നമ്മള് ഇൻവെൻഷൻ, ഇന്നോവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ഇൻട്രോവേർട്ടിസം തന്നെയാണ്. നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്നു, ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് ആണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ലാബ് പോയി പ്രാക്ടീസ് ചെയ്ത് ശരിയാണോ നോക്കുന്നത്, അല്ലേ? ആൽക്കമഡീസ് പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഐഡിയ വന്നിട്ടാണ് അയാള് യുറേക്കാന്ന് പറഞ്ഞു ഓടുന്നത്, പുറത്തേക്ക് ഓടുന്നത്. അപ്പൊ അത് അവരവന് ഉള്ളിലേക്ക്, ഇപ്പം ആപ്പിൾ വീണ് എങ്ങനെ വരുന്നു, നമ്മളെ തലയിലൊക്കെ പല സാധനം വീഴും. പക്ഷെ ആ ഇന്നർ കണക്ഷൻ, ഉള്ളിലേക്കുള്ള ആ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ, അങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. ഈ ടെക്നോളജി മുഴുവൻ അനുഭവിച്ചിട്ടുള്ളത് ആരെങ്കിലുമൊക്കെ ഈ രീതിയിൽ, കാരണം അവര് എനർജി ഉള്ളിലേക്കാണ്. നമ്മൾ വേറെ രീതിയിൽ പറയുകയാണ്, എക്സ്ട്രോവേർട്സ് മീൻസ് നമ്മുടെ എനർജി പുറത്തേക്ക് ഒഴുകുന്നു എപ്പോഴും, ഇൻട്രോവേർട്സ് മീൻസ് അവരുടെ എനർജി ഉള്ളിലേക്ക് ഒഴുകുന്നു. ഇപ്പൊ സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. ലോകത്തുള്ള പല ആൾക്കാരും ഇൻട്രോവേർട്സ് ആണ്, പക്ഷെ അയാൾ നന്നായിട്ട് പ്രസംഗിക്കും, സംസാരിക്കും. അത് അയാൾ പഠിച്ചെടുക്കുന്നതാണ്, അതൊരു തെറ്റൊന്നുമില്ല. നമുക്ക് വേണ്ട എക്സ്ട്രോവേർട്ടീസ് നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പൊ ഇൻട്രോവേർട്ടീസ് നമ്മൾ സ്കൂളിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാൾ വെറുതെ ഇരുന്ന് മനനം ചെയ്യുക എന്ന് പറയുന്ന പരിപാടി എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് ഈ ഇഷ്യൂ. കാരണം അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ ബാലൻസ് ഉണ്ടാവും. അവനവനിൽ ഇഷ്ടപ്പെടുക, സെൽഫ് ലവ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്, അവനവനായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ പറ്റിയത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലവ്, എന്താ സെൽഫ് ലവ് എന്ന് പറഞ്ഞ വേറെ എന്താ സെൽഫ് ലവ്? അവനവനെ എങ്ങനെ ഇഷ്ടപ്പെടുക, എന്താണ് സെൽഫ് ലവ് എന്ന് ആർക്കും അറിയില്ല. എങ്ങനെ സ്വന്തമായിട്ട് സ്നേഹിക്കണമെന്നും ആർക്കും അറിയില്ല. നമ്മൾ പറയും, പലരോടും പറയും, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, എന്ത് ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം സ്വയം സ്നേഹിക്കാൻ കഴിയാത്തതാണ്. ഇപ്പൊ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്ന്, നമ്മളെ തന്നെ ഇഷ്ടപ്പെടണം. പക്ഷെ അത് ഒരു തിയറി അല്ല, അതൊരു പ്രാക്ടീസാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. അല്ലാതെ ഒരു തിയറി പ്രകാരം അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ട് നമുക്ക് സെൽഫ് ലവ് എന്ന് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവില്ല. സൈക്കോളജിക്കലായിട്ടുള്ള മിക്കവാറും ഇഷ്യൂസ് അതോടുകൂടി തന്നെ നിൽക്കും. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഉണ്ടാവണം ആദ്യം. ഈ കാണുന്ന ഒന്നല്ല, നമ്മളോട് കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ഉള്ളിലേക്ക് നോക്കണം, കണ്ണടച്ചിരിക്കണം. അവനവനോട് കണക്ട് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താന്ന് വരുന്നത്. നമുക്ക് ഉള്ളിൽ പുറത്തുള്ള അതേപോലെ തന്നെ ഒരു പ്രപഞ്ചം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ തന്നെ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുത്. ഹോപ്പാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എവിടുന്നെങ്കിലും ലോകത്തിന് പല രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരു ആൾക്കാരെന്ന് പറയുന്നത് പല രീതിയിൽ ഹോപ്പ് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. എന്നാൽ ഒരു തരിമ്പ് ഹോപ്പ് അവർ ബാക്കി വെച്ചോണ്ടാണ് എന്നെ വിളിക്കുന്നത്. പക്ഷെ ഹോപ്പ് ഒരു അപകടകാരിയല്ല. എങ്ങനെയാത്? ഹോപ്പ് അമിതമായി കഴിഞ്ഞാൽ അതൊരു വിഷയമാകത്തില്ലേ? ഇപ്പം ദൈവം നമുക്ക് കൊണ്ടുതരുമെന്ന് പറഞ്ഞ അതൊരു ഇതല്ല. അല്ല, അതിപ്പോ ഒരു ഹോപ്പ്. ഇപ്പൊ എന്റെ ഒരു ഹോപ്പാണ്, എനിക്ക് ദൈവം കൊണ്ടുതരും. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിങ്ങനെ ചിന്തിക്കും എനിക്ക് ദൈവം കൊണ്ടു തന്നോളും. പക്ഷെ അവർ കർമ്മം ചെയ്യാതിരിക്കുകയും ഈ ഹോപ്പിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതൊരു അപകടകാരിയല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. വിവേകാനന്ദന്റെ ഒരു തിയറി പ്രകാരം നമുക്ക് ദൈവം വേണം, നമുക്ക് നമ്മളും വേണം. നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അത് ദൈവം കൊണ്ടു തരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല. നിങ്ങൾ എഴുന്നേൽക്കൂ, പ്രവർത്തിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, ദൈവമുണ്ട്, ദൈവത്തിന്റെ ജോലി ദൈവം ചെയ്തോളും എന്ന് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അത് കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ നമുക്ക് വേണ്ടത് എന്താണ് അദ്ദേഹത്തിന്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് സാധാരണയായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക.
ഹോപ്പ് നഷ്ടപ്പെട്ട ആൾക്കാരല്ലേ ഒന്നും ചെയ്യാതിരിക്കുക. ഹോപ്പ് ഉള്ള ആൾക്കാർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹോപ്പ് എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരന്റെ ഒരു സ്വഭാവമാണത്. ഈശ്വരനിലുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഹോപ്പ് എന്ന് പറയും. അപ്പൊ പ്രതീക്ഷയുള്ള ആൾക്കാർ എപ്പോഴും അതിനുള്ള സൊല്യൂഷൻസ് അവസാനത്തെ നിമിഷം വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അവസാനത്തെ നിമിഷം ഇപ്പം ആത്മഹത്യ ചെയ്യാനുള്ള വക്കിൽ നിൽക്കുന്ന ആൾക്കാർ എന്നെ വിളിക്കുന്നില്ലേ? എന്നാലും ഫോണ് എന്റെ നമ്പർ എടുത്തിട്ട് വിളിക്കണ്ടേ? അതിന് മാത്രമുള്ള ഒരു ഹോപ്പ് അവരിൽ പ്രതീക്ഷ ബാക്കി വെച്ചിട്ടില്ലേ? ആ പ്രതീക്ഷ ബാക്കി ഉണ്ടാവണം. ഞാൻ ഈ ഹോപ്പ് ചില സമയങ്ങളിൽ മോശമാകും എന്ന് പറയാൻ കാരണം ഈ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അപ്പം അതില് പൈസയെ പറ്റി പറയുന്നുണ്ട്. നമ്മള് നഷ്ടത്തിലാണ് ഒരു കാര്യം ചെയ്ത് നമ്മൾ നഷ്ടത്തിൽ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും കയറി വരും എന്ന് പറയുന്ന ഒരു ഹോപ്പിൽ തന്നെ വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്നതിലും ഭേദം ഒരു റിസ്ക് അനാലിസിസ് ചെയ്തിട്ട് അവിടെ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യണം. നിർത്തേണ്ടടുത്ത് നമ്മൾ നിർത്തണം. ഇപ്പൊ ഒരു പെർസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു സംഗതിയിൽ നമ്മൾ എത്ര കാലം സ്ഥിരമായിട്ട് നിൽക്കണം. അത് നിർത്തേണ്ട സമയത്ത് നിർത്തും. അവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് നിർന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടുകൂടി നമ്മൾ ചിലപ്പോൾ താഴെ പോകും. ഇത് നിർത്താനായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബോധം ഉപയോഗിച്ചിട്ട് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് പുതിയതായിട്ട് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം വീണ്ടും. അങ്ങനെ ഇപ്പൊ നമ്മൾ വിജയിച്ച ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനു മുമ്പ് 100 പ്രാവശ്യം അയാൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. ഒരു ബൾബ് കത്താൻ 999 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. 1000ാമത്തെ പ്രാവശ്യമാണ് അയാൾ വിജയിച്ചിട്ടുള്ളത്. അപ്പൊ അതല്ല വിജയം. അതിന്റെ പിന്നില് 999 പ്രാവശ്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ നിന്ന് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെയൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നത് കുറച്ചുകൂടി നന്നായാണ്. അത് ഈ സമൂഹത്തിന് കുറച്ച് കുറവാണ്. ഒരാൾ തോറ്റാ തോറ്റു, ഒരാൾ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു. അയാൾക്ക് കൈപിടിച്ചുയർത്ത് അയാൾക്ക് ഒരു ആശ്വാസം കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റം ഒരു സമുദായത്തിൽ, ചില സമുദായത്തിൽ കുറച്ച് കൂടുതലുണ്ട്, ചില സമുദായത്തിൽ തീരെയില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. സൈക്കോളജി എവിടെയുണ്ട്. ഇപ്പൊ നിങ്ങളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ബ്രദർഹുഡിന്റെ ഭാഗമാണ്. അപ്പൊ ഇപ്പൊ ബന്ധുക്കളെ എത്ര പേര് സപ്പോർട്ട് ചെയ്യും? എന്നെ ഇന്നലെയോ മഞ്ചാന്നോ മറ്റോ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, നോബഡി സപ്പോർട്ടിങ്. ബന്ധുക്കളില്ല, ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ല. ബിസിനസ് കുറച്ച് ഡള്ളാണ്. അങ്ങനെയാണോ വേണ്ടത്? അയാൾ ഡള്ളാകുന്ന സമയത്ത് ഫ്രണ്ട്സ് പറയുന്നു എനിക്ക് തിരക്കാണ്, കാണാൻ പറ്റില്ല, എന്റെ ബൈക്ക് കുറച്ച് വർക്കിലാണ്, അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതാന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഇതാണ് അതിന്റെ സ്ഥിതി, ഇതാണ് അതിന്റെ നിയമം ഇവിടുത്തെ. അതുകൊണ്ട് അതിനെയും മറികടക്കും, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് നിന്റെ മാത്രം എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കണ്ട. ഈ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും സ്ഥിതി ഇതാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് മുന്നോട്ട് പോകും. അതിനെയും മറികടന്നാലേ ഒരാൾക്ക് വിജയിക്കാൻ പറ്റും. ഇതൊന്നും അല്ല കാര്യം. നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ താഴ്ത്താൻ ശ്രമിക്കും. അതിനെ മറികടക്കണം. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളല്ല, നമ്മുടെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് ചിലപ്പം ആൾക്കാർ പരാജയപ്പെട്ടു പോകുന്നത്. അതാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഇതായിരുന്നു ധാരണ. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇവരെയൊക്കെ തനിനിറം മനസ്സിലാക്കുക എന്നുള്ളൊരു സത്യമുണ്ട്. എല്ലാവരും എക്സ്പീരിയൻസ് അതാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഇനിയും നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.